കേരളത്തിൽ ഓൺലൈൻ ലോട്ടറി വിൽക്കാനുള്ള ഗോവയുടെ നീക്കത്തിൽ ആശങ്കയിലാണ് ലോട്ടറി തൊഴിലാളികൾ. അതേസമയം സംസ്ഥാന സർക്കാർ ഗോവ ഓൺലൈൻ ലോട്ടറിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതിലുള്ള ആശ്വാസമുണ്ടെന്നും ലോട്ടറി തൊഴിലാളികൾ വ്യക്തമാക്കുന്നു. കേരളത്തിൽ 1.5 ലക്ഷത്തോളം പേരാണ് ലോട്ടറി വിൽപ്പന ഉപജീവനമാക്കിയവർ. ഓൺലൈൻ ലോട്ടറി വിൽക്കാനുള്ള ഗോവയുടെ നീക്കത്തെ ആശങ്കയോടെയാണ് ഇവർ കാണുന്നത്. മൊത്തമായിട്ട് കേരളത്തിലെ തൊഴിലാളി എല്ലാവർക്കും ബാധിക്കുമോ? ഇപ്പം തന്നെ കച്ചവടം കുറവാണ്. അതും കൂടി വന്നു കഴിഞ്ഞാൽ തീരെ കഴിയില്ലാത്ത കുറേ തൊഴിലാളികളുണ്ട്. 1.5-2 ലക്ഷം തൊഴിലാളിയുണ്ട്. അവർക്കെല്ലാം ബുദ്ധിമുട്ടാവും. അല്ല ഓൺലൈനിൽ ലോട്ടറി പോയി കഴിഞ്ഞാൽ കച്ചവടമൊന്നും ഉണ്ടാവില്ല. പട്ടിണിയിലേക്ക് പോകേണ്ടി വരും ലോട്ടറി തൊഴിലാളികൾ. ഗോവയുടെ നീക്കത്തിനെതിരെ കേരള സർക്കാർ കേന്ദ്രത്തെ സമീപിച്ച നടപടി ആശ്വാസകരമാണെന്നും ലോട്ടറി തൊഴിലാളികൾ പറഞ്ഞു. ആർജവമുള്ള സർക്കാരുള്ള കേരളത്തിൽ ഗോവയുടെ നീക്കം വിജയിക്കില്ലെന്ന് ലോട്ടറി തൊഴിലാളി യൂണിയൻ CITU നേതാവ് M. സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. ഓൺലൈൻ ലോട്ടറിക്കെതിരായിട്ട് വമ്പിച്ച സമരങ്ങളും പോരാട്ടങ്ങളും നടന്ന നാടാണ് കേരളം. അതിനെതിരായി നടന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിലെ ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു വിധിയുണ്ടാക്കിയത്. ഗോവ ഗവൺമെൻറ്റിൻ്റെ മുൻകൈയോടുകൂടി ഒരു ഓൺലൈൻ ലോട്ടറി കേരളത്തിലും വിൽപ്പന നടത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. ആ നീക്കം ഗോവ ഗവൺമെൻറ് കേരളത്തിൽ നടത്താൻ ഇവിടെ കേരളത്തിലൊരു ഗവൺമെൻറ്റുണ്ട്. ഈ ഗവൺമെൻറ് തന്നെ അത് നടത്താൻ പാടില്ല എന്ന് രേഖാമൂലം കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൊഴിലാളികളുടെ പക്ഷം ചേർന്ന് ലോട്ടറി തൊഴിലാളികളെ ചേർത്ത് നിർത്തുന്ന ഒരു സർക്കാരുള്ള ഈ കേരളത്തിൽ ഈ സർക്കാരിനെയും അതിൻ്റെ തീരുമാനങ്ങളെയും വെല്ലുവിളിച്ച് ഒരു സർക്കാരിനും ഗോവ സർക്കാരിനൊന്നും മുന്നോട്ട് പോകാൻ സാധ്യമാകുന്ന ഒരു കാര്യമല്ല. ഇവിടെ ഒരു ഗവൺമെൻറ്റും നടപടിയുമുണ്ട്. ഗവൺമെൻറ് തന്നെ അതിനെ പ്രതിഷേധിച്ച് നിവേദനങ്ങളും പ്രമേയങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേസമയം ഗോവ ഓൺലൈൻ ലോട്ടറിയുടെ വിൽപ്പന നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം അയച്ച കത്തിന് കേന്ദ്ര സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. കൈരളി ന്യൂസ്, കണ്ണൂർ.